ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2024 ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. admission.kannur.university.ac.in എന്ന വെബ്സൈറ്റാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒരു വെരിഫിക്കേഷൻ കോഡ് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ശേഷം നിങ്ങളുടെ അലോട്ട്മെന്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി ഫീ പേയ്മെന്റ് ചെയ്യേണ്ടതാണ്. ജനറൽ വിഭാഗത്തിന് 990 രൂപയും SC/ST വിഭാഗത്തിന് 925 രൂപയുമാണ് ഫീ വരുന്നത്. SB ഇ-പേ വഴിയാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. ആ ഒരു രീതിയിൽ മാത്രമേ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 12/6/2024 ഈ ഒരു യൂണിവേഴ്സിറ്റി ഫീ പേയ്മെന്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങളുടെ ഉറപ്പാക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അലോട്ട്മെന്റ് അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചവരെ യൂണിവേഴ്സിറ്റി ഫീ പേയ്മെന്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെന്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നെ തുടർന്നുള്ള അലോട്ട്മെന്റുകൾ നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കില്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഫീ പേയ്മെന്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങളുടെ ഉറപ്പാക്കുക. ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് ഏത് ഓപ്ഷനിലാണോ അലോട്ട്മെന്റ് ലഭിച്ചത് അതിന് താഴോട്ടുള്ള ലോവർ ഓപ്ഷൻസ് എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആയി പോകും. ഹയർ ഓപ്ഷൻസ് മാത്രമേ നിങ്ങളുടെ സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റുകൾ ഇനിയും പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചവർ കോളേജിൽ പോയി ഇപ്പോൾ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമില്ലാത്ത ഒരു കോളേജാണ് ഈ ഒരു അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് അതുപോലെ തന്നെ നിങ്ങൾ നിലനിർത്തുക. അപ്പോൾ ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷനിലുള്ള മറ്റേതെങ്കിലും ഒരു കോളേജ് ലഭിച്ചേക്കാം. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയിപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് മറ്റൊരു കോളേജാണ് ലഭിക്കുന്നതെങ്കിൽ ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച കോളേജ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അതേസമയം ഇപ്പോൾ ലഭിച്ച അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് എല്ലാം തന്നെ ക്യാൻസലാക്കി കളയുക. അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഈ ഒരു ഹയർ ഓപ്ഷൻസ് കൺസിഡർ ചെയ്ത് ഹയർ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒരു കോളേജ് നിങ്ങൾക്ക് ലഭിച്ചാൽ അതിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതും 12/6/2024 തന്നെ നിങ്ങൾ ഈ ഒരു ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കളയേണ്ടതാണ്. ഓക്കെ, ഇനി എപ്പോഴാണ് നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്? സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളേജാണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ പേ ഫീസ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് വെക്കുക. കാരണം നിങ്ങളുടെ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾക്ക് ഇതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സുകൾ കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങളുടെ ഈ ഒരു സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാൻ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തതാണ്. എന്നാലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് നമുക്കിപ്പോൾ ഒന്ന് നോക്കാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങളുടെ വെബ്സൈറ്റിൽ അലോട്ട്മെന്റ് മെമ്മോ വരും. അതായത് നിങ്ങൾക്ക് ഏത് കോളേജാണ് ലഭിച്ചത്, എത്രാമത്തെ ഓപ്ഷൻ ആണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളെല്ലാം അടങ്ങുന്ന ഒരു മെമ്മോ വരും. അപ്പോൾ അത് നിങ്ങൾ എടുക്കണം, പ്രിൻ്റ് എടുക്കണം. ശേഷം നിങ്ങളുടെ ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്. ഓക്കെ, പിന്നെ വേണ്ടത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ്, അഡ്മിഷൻ ഫീസ് ഇതെല്ലാം അടച്ചിട്ട് റെസിപ്റ്റ്. ഇപ്പം നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കത്തില്ലേ, അതാണ് അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ റെസിപ്റ്റ് നിങ്ങൾ കൊണ്ടുപോകണം. പിന്നെ വേണ്ടത് നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റാണ്. ശേഷം നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, പിന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, പിന്നെ SC/ST വിഭാഗക്കാർക്ക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ OEC വിഭാഗക്കാർക്കാണെങ്കിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് തെളിയിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ രേഖ, പിന്നെ EWS വിഭാഗത്തിൽ വരുന്നവർ ആ ഒരു EWS സർട്ടിഫിക്കറ്റ്, SCBC വിഭാഗത്തിൽ വരുന്നവർ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ്, NCL സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രേസ് മാർക്സ് ഒക്കെ NCC, NSS പോലെയുള്ള ഗ്രേസ് മാർക്സ്, ബോണസ് പോയിന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെതായ സർട്ടിഫിക്കറ്റുകൾ, പിന്നെ HSC, VHSC, THSC, CBSE, CISCE, NIOS, കേരള +2 തുല്യ പരീക്ഷ എന്നിവ ഒഴികെ മറ്റു ബോർഡുകളിൽ നിന്നും യോഗ്യതാ പരീക്ഷ പാസ്സായവർക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് അത് ആവശ്യമാണ്. അത് ഈ പറഞ്ഞ ബോർഡുകളിൽ പഠിച്ചവർക്ക് വേണ്ട, അതല്ലാതെ മറ്റു ബോർഡുകളിൽ പഠിച്ചവർക്ക് മതി കേട്ടോ. പിന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. അപ്പോൾ പ്രധാനമായും ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കരുതേണ്ടത്. അതൊക്കെ നിങ്ങൾ നേരത്തെ കരുതി വെക്കുക. കാരണം റിസർവേഷനൊക്കെ ഇപ്പോൾ കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിസർവേഷനെ കൂടെ പരിഗണിച്ചിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളൊന്നും അവിടെ ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ തന്നെ നിങ്ങൾക്ക് ക്യാൻസലായി പോകും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം ഒറിജിനലാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. കോപ്പി നിങ്ങൾ കയ്യിലെടുത്ത് വെച്ചോളുക, പക്ഷേ ഒറിജിനൽ നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. ഒറിജിനലൊക്കെ അവർ ചെക്ക് ചെയ്തിട്ട് തിരിച്ചു തരും. ചിലപ്പോൾ കോപ്പി ആയിരിക്കും അവിടെ വാങ്ങിച്ച് വെക്കുന്നത്, പക്ഷേ കൊണ്ടുപോകുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളെല്ലാം കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന 14/6/2024 അപ്പോൾ ആ ഒരു ടൈമിൽ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തുടർന്നുള്ള എല്ലാ അപ്ഡേറ്റ്സിനായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്